നമസ്കാരം. ഇന്ന് ഞാൻ പ്രവചിക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഈ വരുന്ന കുംഭമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അതായത് 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസത്തെ ജ്യോതിഷ പ്രവചനങ്ങളാണ്. കോടതികളിൽ കേസുകൾ നിലവിലുള്ളവർക്ക് ഈ മാസം തീർപ്പ് കൽപ്പിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മക്കൾക്ക് രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഈ മാസം നിങ്ങളുടെ മക്കൾക്ക് രോഗം ഏറെക്കുറെ ആശ്വാസം ലഭിച്ച് ഭേദമാകുന്നതിനുള്ള സാധ്യത കാണുന്നു. ഭാര്യയും ഭർത്താവുമായുള്ള തർക്കം പരിഹരിക്കപ്പെടുവാനും രണ്ടുപേരും ഒന്നിക്കുവാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. വീടിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി താമസിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ മാസം അവർക്ക് എല്ലാം പാലുകാച്ചി താമസിക്കാൻ സാധിക്കും. അല്ലറ ചില്ലറ രോഗങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. അതും ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുവാൻ സമയമായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഗുണകരമായ ഒരു വിജയം ഉറപ്പാക്കാൻ ഉള്ളൊരു മാസമാണിത്. പല മത്സര പരീക്ഷകളും നടക്കാൻ പോകുന്നു. അതിൽ വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. സാധാരണക്കാർക്ക് നിത്യവൃത്തി അല്ലെങ്കിൽ ദിവസക്കൂലി കഴിഞ്ഞുകൂടുന്നവർക്ക് കൂടുതൽ ജോലികൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കണ്ടുവരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഗവേഷണം, PhD എന്നിവ ചെയ്യുന്നവർക്ക് അവരുടെ ഇതെല്ലാം അംഗീകരിക്കുന്നതിനും ഗവേഷണ പേപ്പറുകളും മറ്റുള്ള പ്രബന്ധങ്ങളെല്ലാം അംഗീകരിക്കുന്നതിനും അവർക്ക് വളരെ ഗുണകരമായ കാര്യങ്ങൾ നടക്കുന്നതിനും ഈ മാസം അവർക്ക് ഭാഗ്യമുണ്ട്. പല വഴികളിലൂടെയും ധനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് യോജിച്ച ഇണയെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ലാഭം ഉണ്ടാകാം. ചെറുകിട കച്ചവടക്കാർക്കും വൻകിട കച്ചവടക്കാർക്കും ഗുണഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം. നല്ല ലാഭം കിട്ടും. അതുപോലെ നീതിന്യായ വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായ ഒരു കാര്യങ്ങൾ ലഭിക്കും. പ്രൊമോഷനും അതുവഴി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കും. റവന്യൂ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ പ്രൊമോഷൻ ലഭിക്കാം. അവർക്ക് അതുപോലെ തന്നെ സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കാം. വൈദ്യശാസ്ത്രം ഉപജീവനമാക്കിയവർക്ക് ഏറെക്കുറെ അവർക്ക് ഗുണങ്ങൾ ലഭിക്കാം. സ്വർണവുമായി ബന്ധപ്പെട്ട ജോലി നോക്കുന്നവർ, സ്വർണ്ണക്കട നടക്കുന്നവർക്കോ സ്വർണ്ണ വ്യാപാരികൾക്കോ അല്ലെങ്കിൽ സ്വർണ്ണ പണിക്കാർക്കോ ഒക്കെ ഗുണകരമായ ഒരു സമയമാണിത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വ്യാപാരവും നിർമ്മാണവും നടത്തുന്നവർക്കും നല്ല ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ കുംഭമാസം വരുന്നത്. ഗൃഹോപകരണങ്ങളുടെ കച്ചവടത്തിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് മോശഫലങ്ങളാണ്. വിജയകരമായി തീരേണ്ടവ പലതും ഗുണകരമായി ഭവിക്കാതെ പോകാനുള്ളൊരു സാധ്യത കാണുന്നു. അത് കാരണം കണ്ടുപിടിച്ച് നിങ്ങളത് പരിഹരിക്കുക. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ജ്വരം വന്നേക്കാം. പിന്നെ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തസ്രാവം വരുവാനുള്ളൊരു സാധ്യത കാണുന്നു. വെരിക്കോസ് അങ്ങനെയൊക്കെയുള്ള അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കുക. വീട് നിർമ്മാണം നടത്തുന്നവർ വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. നഷ്ടം വരാതെ നോക്കണം. ഗുണനിലവാരമുള്ള സാധനങ്ങൾ വേണം ഉപയോഗിക്കുന്നതിന് വേണ്ടി. ആവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കി അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ, ഇഷ്ടസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് തടസ്സപ്പെടുത്താൻ ചിലർ വന്നേക്കാം. അതിനാൽ കാര്യങ്ങളെല്ലാം രഹസ്യമായി വേണം നീങ്ങേണ്ടത്. നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിങ്ങളുടെ സാമീപ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. സാമ്പത്തിക തിരിമറി, മോഷണം എന്നിവ നടക്കുന്നതിനുള്ള സാധ്യത ഭരണി നക്ഷത്രക്കാർക്കുള്ള വ്യാപാരികൾക്ക് കാണുന്നു. അല്പമായി ഈ സമ്പത്ത് ചോർന്ന് വലിയൊരു നഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചാൽ മോശഫലങ്ങളെ ഒഴിവാക്കുവാനും അതുവഴി ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ 100% കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായതോ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയം മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.